ഇന്ന് നമ്മൾ ഗോവയിൽ വന്നിട്ട് 2 ദിവസമായി കേട്ടോ. എനിക്കെന്തോ ഇവിടെ ഒരുപാട് ഇഷ്ടമായി. അതൊക്കെ പോട്ടെ, ഇവിടെ വന്നിട്ട് നമ്മുടെ മെയിൻ പരിപാടി എന്ന് പറയുന്നത് ഫുഡ് സ്പോട്ട് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഞങ്ങൾ റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ചതാണ് ഈ റെസ്റ്റോറൻറ്റ്. ഇതിൽ എൻ്റർ ചെയ്തപ്പോൾ എനിക്ക് ആദ്യം തോന്നിയത് ഒരു എസ്തെറ്റിക് ബ്യൂട്ടി എന്നൊക്കെ പറയത്തില്ല, ആ ഒരു ഫീലായിരുന്നു. ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യുവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളിന്ന് ഗോവയിലെ സെക്കൻഡ് ഡേ ആണ്. നമ്മൾ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നിട്ടുള്ള ജംഗിൾ കഫേയിലാണ്. ഇന്നത്തെ എൻ്റെ ടാസ്ക് കഴിഞ്ഞു. എനിക്ക് ഇൻട്രൊഡക്ഷൻ എടുക്കാമെന്ന് പറയുന്നത് ഭയങ്കര ഒരു മടിയല്ല, എന്താ ഞാൻ ആർട്ടിഫിഷ്യലായി പോകുന്നോ എന്നൊരു ഡൗട്ട്. എനിക്ക് ക്യാമറയുടെ മുമ്പിൽ നിന്ന് സംസാരിക്കാൻ എനിക്ക് കുറച്ച് ടഫായിട്ടുള്ള ടാസ്ക് തന്നെയാണ് കേട്ടോ. നവി ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റാണ് പറഞ്ഞത്. ഞാനാണെങ്കിൽ നമ്മുടെ നാട്ടിലെ പൊറോട്ടയും ബീഫ് റോസ്റ്റും ആണ് പറഞ്ഞത് കേട്ടോ. എനിക്കാണെങ്കിൽ നാട്ടിൽ നിൽക്കുമ്പം ഞാൻ അധികം ഡയറ്റ് എടുക്കും, പക്ഷെ നാട്ടിൽ നിന്ന് മാറി നിൽക്കുവാണെങ്കിൽ എനിക്ക് നാട്ടിലെ ഫുഡ് കഴിക്കാനുള്ള ഭയങ്കര ക്രേവിങ്സാണ്. അങ്ങനൊരു പ്രശ്നം എനിക്കുണ്ട്, അത് നമുക്കെല്ലാവർക്കും കാണുമല്ലോ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ റൂമിലാണ് പോകുന്നത്. ഇതാണ് നമ്മുടെ റൂം. നമ്മുടെ റൂമിൻ്റെ എക്സിറ്റ് തന്നെ ഈ ഒരു ബീച്ചാണ് കേട്ടോ. ഗോവയിൽ ഫുള്ള് ബീച്ചാണ്ട് എവിടെ നോക്കിയാലും ബീച്ചാണ്. അങ്ങനെ നമ്മൾ ചെന്നപ്പം ഇവിടെ ഫുള്ള് ഫിഷിംഗ് ആണ്. അങ്ങനെ ഒരു ചേട്ടനെ പിടിച്ചതാണ് ഈ ഗ്രൂപ്പർ. ആ ചേട്ടൻ ആ ഗ്രൂപ്പറിനെ കിട്ടി. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇതിനൊക്കെ അടുത്ത് കാണുന്നത് കേട്ടോ. ആ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഈ ഒരു കോസ്റ്റൽ മൗണ്ടൻ ഏരിയയിലോട്ട് പോയിട്ട് അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. എന്നിട്ട് നമ്മൾ തിരിച്ചു വന്നു. പിന്നെ നമ്മൾ വന്നിട്ട് ഡിന്നർ കഴിച്ചു. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ, ബൈ ബൈ.